വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വല്ലറി മേക്കിംഗ് വീഡിയോൻ്റെ പാർട്ട് 2 ആണ്. അപ്പം നമുക്ക് ടൈം ഒന്നും കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഏതൊക്കെ ലോക്കറ്റ്സ് ആണ് എനിക്ക് വേണ്ടതെന്നുള്ളത് ഞാനിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു 3 ടൈപ്പിലുള്ള ജ്വല്ലറീസ് ആണ് ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ലോക്കറ്റ്സിന്റെ കളക്ഷൻ ഇത്രയാണുള്ളത്. അപ്പൊ ഞാൻ ഇന്നിവിടെ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പാലക്കയുടെ മാല തന്നെ, അതിന്റെ ഗ്രീനും റെഡും അതേപോലെ തന്നെ ലക്ഷ്മി മാലയും. ആദ്യം തന്നെ ഞാൻ ഗിയർ വയർ എടുത്തിട്ട് എന്റെ നെക്കിന്റെ അളവിന് വേണ്ടിയിട്ട് രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ലക്ഷ്മി മാലയുടെ മാലയാണ് ഞാൻ ആദ്യമേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ ആ ഒരു ലക്ഷ്മി മാല ആദ്യമേ ആ ഒരു ഗിയർ വയറിലോട്ട് കണക്ട് ചെയ്തു. അതിനുശേഷം തന്നെ ഇതുപോലുള്ള കുഞ്ഞൊരു ബീഡ്സ്, ഇതിന്റെ എക്സാക്ട് നെയിം എന്താന്ന് എനിക്ക് അറിയില്ല. ഇത് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന്റെ സാധനം വാങ്ങുന്ന കടയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലൊരു മാലയാണ് ഞാൻ അത് മേടിച്ചിരിക്കുന്നത്. അതൊരു ഡസൻ പോലെ എനിക്ക് തോന്നുന്നു. അതിന്റെ റേഞ്ച് വന്നിട്ട് 70 രൂപയെങ്ങാണ്ടായിരുന്നു ആ ഒരു സെറ്റിന്. അതിനുശേഷം ഞാൻ ആ ഒരു കുഞ്ഞു ബീഡ്സിന്റെ ഇടയ്ക്കായിട്ട് ഞാൻ ആ ഒരു ലക്ഷ്മി കോയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഗിയർ ലോക്ക് 2 സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു റെഫറൻസ് ഞാൻ ഇവിടെ മോളിൽ കൊടുത്തിരിക്കാം. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ മാല ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് എനിക്കൊരു 5 സെറ്റ് വേണം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാലയുടെ സെന്റർ പൊസിഷൻ നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് നോക്കിയെടുത്തിട്ട് ആ ഒരു സെന്ററിലോട്ട് വേണം നമുക്ക് അത് ഗിയർ ലോക്ക് വെച്ചിട്ട് അതൊന്ന് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിത് ലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ അത് ലോക്ക് ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അടുപ്പിച്ച് ടൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ ആ മാല ഇരിക്കുന്നതിനൊരു ഫിനിഷിങ്ങും കാണത്തില്ല, അതിനൊരു ഭംഗിയും കാണില്ല. അപ്പൊ നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം അത് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ സെന്റർ പോർഷൻ തന്നെ ഫസ്റ്റ് ഞാൻ അത് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഞാനിനി എത്ര പീസ് വെക്കണോന്നുള്ളത് നോക്കിയിട്ട് ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ അടുത്ത പോയിന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാനൊരു 5 പീസാണ് അതിനകത്ത് ആ ഒരു മാലയ്ക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഓരോ പീസ് ഇട്ടിട്ട് അത് ഇതേപോലെ തന്നെ ഗിയർ ലോക്ക് കൊണ്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അതിന്റെ ഒരു ഗ്യാപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ ബാക്കിയുള്ള മാല ഇടാനും നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആ മെഷർ ചെയ്ത സ്ഥലത്തേക്ക് നമുക്കിനി അടുത്ത ബീഡ്സും അതേപോലെ തന്നെ കോയിനും ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതും ഇതേപോലെ തന്നെ ഗിയർ ലോക്ക് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് സെയിം മെഷർമെന്റ് അപ്പുറത്തെ സൈഡിലും എടുത്തിട്ട് അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ലെങ്തിൽ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ആ കോയിൻ നമുക്ക് ഇടണം. ഞാൻ ഇവിടെ ഇങ്ങനെ മെഷർമെന്റിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകം മെഷർ ചെയ്യാനായിട്ട് ഒരു സാധനം എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡും സെയിം ഞാൻ അതേപോലെ തന്നെ ഫസ്റ്റ് ഗിയർ ലോക്ക് ചെയ്ത് കൊടുത്തു. ഗിയർ ലോക്ക് ചെയ്തതിന് ശേഷം ബീഡ്സ് ഇട്ടു. ബീഡ്സ് ഇടുന്നതിന് ശേഷം നമ്മൾ ആ ഒരു ലക്ഷ്മി കോയിൻ ഇട്ട് കൊടുക്കുന്നു. ആ കോയിൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു പോവാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിട്ട് കൊടുക്കുക. വീണ്ടും ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക. ആ ബീഡ്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഗിയർ ലോക്ക് കൊണ്ടിട്ട് വീണ്ടും അത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്താ ഭംഗി എന്നുള്ളത്. ഇതുപോലെ തന്നെ ഓരോ പീസ് വീതം അപ്പുറത്ത് 2 സൈഡിലും കൂടെ വരും. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ മാലയുടെ ആ ഒരു ഫിനിഷിങ് സ്റ്റേജിലോട്ട് എത്തും കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത ലാസ്റ്റ് പീസും സെയിം പ്രോസസ് തന്നെ ഫോളോ ചെയ്യാണ്. ആ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു. ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം
കോയിൻ ഇട്ട് കൊടുക്കുന്നു. കോയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ആ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ലാസ്റ്റത്തെ കോയിൻ ആണ്. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ മാലയുടെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലോട്ട് എത്തി കേട്ടോ. ഇനി നമുക്ക് മാലയുടെ ബാക്കില് ലൂപ്പിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഇതിട്ട് നമുക്ക് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. അതും വലിയ പാടൊന്നുമില്ല. ഇതേപോലെ തന്നെ ലോക്ക് ഇടുക. അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് പാലക്കയുടെ ലോക്കറ്റ് ആണ് കേട്ടോ. പച്ച കളർ തന്നെ. പാലക്കയുടെ തന്നെ 2 കളർ ഉണ്ട്. അപ്പൊ അതിൽ ഗ്രീൻ കളർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ എന്റെ ആ ഒരു കഴുത്തിന്റെ മെഷർമെന്റ് എടുത്തിട്ട് അതിന്റെ ലെങ്ത്തിന് ഞാൻ ഗിയർ വയർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ പ്രോസസ്സിംഗ് പോലെ തന്നെ നമ്മൾ ലോക്ക് ഇടുന്നു. ലോക്കിനുള്ള ബീഡ്സ് ഇടുന്നു. അതിനുശേഷം മറ്റേ ബീഡ്സ് വലിയ ലെങ്ത്തിലുള്ള ബീഡ്സ് 2 ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ബീഡ്സ് ഇട്ട് അതിനുശേഷം ഞാൻ പിന്നെ സെയിം ഇതേപോലെ തന്നെ ആ ഒരു പാലക്കയുടെ മാല ഇടുന്നു. വീണ്ടും ഞാൻ ആ ഒരു ബീഡ്സ് ഇടുന്നു. വീണ്ടും പാലക്ക മാല. അങ്ങനെ ഒരു 3 പീസ് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. നേരത്തെ ചെയ്തിരിക്കുന്ന മാലയിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു 3 പീസ് ഞാനൊരു പാലക്കയുടെ ലോക്കറ്റ് ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ദാണ്ട് ഈ ഒരു രീതിയിൽ ഇട്ടതിന് ശേഷം നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ ലോക്ക് ഇടുക. ലോക്ക് ഇട്ടിട്ട് ആ ഒരു ലെങ്ത് നോക്കിക്കൊണ്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊരു നെക്ലേസ് രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇൻവിസിബിൾ ത്രെഡിൽ തന്നെ ഒരു നെക്ലേസ് മോഡലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതും നമുക്ക് സാരീസിന്റെ കൂടെ ആണെങ്കിലും ട്രഡീഷണൽ ചുരിദാറിന്റെ കൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാലയാണ് കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ. ഇതാണ് നമ്മുടെ മാലയുടെ ആ ഒരു ഓൾമോസ്റ്റ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫുൾ ഫിനിഷിംഗ് ആയിട്ടില്ല, കാരണം നമുക്കിനി ബാക്ക് ലോക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം അതും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാലയുടെ ഫുൾ കംപ്ലീറ്റ് ആവുന്ന ആ ഒരു ലുക്ക് ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മുടെ പാലക്ക നെക്ലസിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ അതിന്റെ ഇയർ റിംഗ്സും കൂടെ, ഒരു പെയർ ഇയർ റിംഗ്സും കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സെയിം, വേറെ പ്രത്യേകിച്ച് ഉള്ള എക്സ്ട്രാ വലിയതായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആ സെയിം എന്തായിരിക്കും ആ ഒരു പാലക്കയുടെ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് ഗോൾഡന്റെ സ്റ്റഡ് ബേസും കൂടെ വെച്ചിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന B700ന്റെ ബ്ലൂ ആണ് കേട്ടോ. അതാണ് ഇങ്ങനത്തെ ഈ ജ്വല്ലറി മേക്കിങ്ങിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഗം എന്ന് പറയുന്നത് B700 ആണ്. നമുക്ക് അതിന്റെ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് ഒട്ടിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ അത് എന്തായിരിക്കും ഉണങ്ങാനായിട്ട് നമ്മൾ അത് മാറ്റി വെക്കണം. അങ്ങനെ ഞാൻ ആ കമ്മല് ചെയ്തെടുത്തിട്ടുണ്ട്. കമ്മല് ചെയ്തെടുത്ത് അപ്പൊ ഇതൊക്കെയാണ്
മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു പാലക്ക മാല ഗ്രീൻ കളറിലുള്ളതാണ്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിം തന്നെ അതിന്റെ റെഡ് ചെറിയൊരു പാറ്റേൺ വ്യത്യാസത്തിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കളർ ചേഞ്ച്, പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ ആ ലക്ഷ്മി കോയിൻ മോഡൽ ഈ ഒരു രീതിയിൽ. അപ്പൊ ഇത് മൂന്നുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മാലകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാല ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യണേ. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു പാലക്ക മാലയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എന്റെ കയ്യിലുള്ള കളക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ച് എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ പറ്റുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോസ് സജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലെ ഈ വീഡിയോസിനെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന്റെ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.